കേറി കിടന്നോളൂ. എന്തിന്? നമ്പർ 11 അതെ. ആ ഇവിടെ കിടന്നോളൂ. അതിന് ഞാൻ റിസൾട്ട്. അതെ, അതിനു മുമ്പ് ഇതിന്റെ പുറത്ത് കയറി കിടക്കണം. ആ മാല അഴിച്ചോളൂ. നേരെ കിടക്കൂ. എന്താ പേടിയുണ്ടോ? കുറച്ച്. എന്തിന്? അച്ഛന്റെ എക്സ്റേയുടെ റിസൾട്ട് അറിയാൻ ഇവിടെ വന്നിങ്ങനെ കിടക്കണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിട്ടേനെ. ആരുടെ എക്സ്റേ? അച്ഛന്റെ. ആ ചേട്ടൻ നാട്ട്. ഇത് കൗണ്ടർ നമ്പർ 2. ദേ കണ്ടില്ലേ, സെക്കൻഡ്. മുകളിലും താഴെ ഓരോ വരയുണ്ട്. എവിടെ? ആ തെളിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇറങ്ങി പുറത്തിറങ്ങി ഇടതുഭാഗത്ത് രണ്ടാമത്തെ കൗണ്ടർ, സെക്കൻഡ്. സോറി. അല്ലെങ്കിലേ ആശുപത്രികളെ പറ്റി പൊതുജനങ്ങൾക്ക് എന്നും കംപ്ലൈന്റാ. പത്രക്കാരെങ്ങാനും ഇത് അറിഞ്ഞാൽ ആളെ മാറി ഓപ്പറേഷൻ നടത്തിയെന്നവരെഴുതും. എന്റെ ജോലി തെറിപ്പിക്കുന്ന പണിയാ കുട്ടി ചെയ്തത്. പേരെന്താ? അമ്മിണി. അച്ഛന് ഒരു കുഴപ്പമില്ല. പഞ്ചസാര തീരില്ല. അയ്യോ, പഞ്ചസാര തീരെയില്ലേ? എന്നാ പോകുന്ന വഴിക്ക് കുറച്ച് മേടിച്ചോണ്ട് പോവാ. റിസപ്ഷനിലെ നെയിം ബോർഡില് ഏട്ടന്റെ പേരൊരാൾ തിരയുന്നുണ്ട്. ആര്? ചെന്ന് നോക്ക്. നിന്റെ അച്ഛൻ കൊണ്ടുവരുന്ന ആലോചനക്കാർക്ക് നിന്റെ അമ്മയെ തന്നെ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം. അതോടെ നിന്റെ അച്ഛൻ രക്ഷപ്പെടും, നമ്മൾ സേഫ് ആവുകയും ചെയ്യും. ആശുപത്രിയിലാണെങ്കിലും ഇത് തന്നെയല്ലേ കഷ്ടം. സ്വന്തം സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാണെന്ന് കരുതിയാൽ മതി. ഇവനെ അത്രയ്ക്ക് അധികം അങ്ങോട്ട് വിശ്വസിക്കണ്ട. എന്റെ അനിയനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജന്മന ഒരു ആർത്തിക്കാരനാണ്. സ്വന്തം കാര്യം സിന്ദാബാദ്, അത്രേ ഉള്ളൂ. എന്നാ എന്റെ ഈ സ്വന്തം കാര്യത്തിൽ ഏട്ടൻ ഇടപെടണ്ട. സ്റ്റാമ്പ് വലിപ്പത്തിലുള്ള ഒരു പഴയ ഫോട്ടോയും പേഴ്സിനകത്ത് വെച്ച് നടക്കുന്ന ഉണക്ക പ്രേമമല്ല ഞങ്ങളുടേത്. ബി പ്രാക്ടിക്കൽ. സന്ധ്യ, നമുക്ക് സന്ധ്യക്ക് കാണാം. എന്താ പേരെന്ന് പറഞ്ഞത്? ഇപ്പൊ തന്നെ 3 പ്രാവശ്യം പറഞ്ഞു. സേതു. ആ, സേതു. ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും ആലോചിച്ചാൽ പറഞ്ഞു വന്ന് ഞാൻ പെട്ടെന്ന് മറക്കും. കണ്ടു മുതലേ എങ്ങനെയാണ്. സേതു. ആ, സേതു. സേതുവിന് എന്റെ പെങ്ങളെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. അതെ, അമ്മ മാത്രമേ ഉള്ളൂ വീട്ടില്. ടീച്ചറാ. ഒരുപാട് നാളായിട്ട് അമ്മ നിർബന്ധിക്കുന്നു. മനസ്സിനിണങ്ങിയ ഒരു കുട്ടിയെ കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അമ്മണിയെ കണ്ടപ്പോ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടി അവളാണെന്ന് തോന്നി. അതാണ് ചേട്ടനോട് നേരിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചത്. വിരോധം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അധ്യായം കടക്കാമല്ലോ. നിങ്ങളുടെ ഈ തന്റെ ഇടം എനിക്ക് ഇഷ്ടമായി. ഈ തന്റെ ഇടം കാണിക്കാൻ മറന്നുപോയുണ്ടത്. ഇഷ്ടം തോന്നുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ഞാൻ അച്ഛനോട് പറയാം. മോളവിടെ നിൽക്കേ. എന്റെ മോന് തെറ്റിയിട്ടില്ല. നിന്നെ പോലൊരു മരുമകളെയാ ഞാൻ ആഗ്രഹിച്ചതും. മരുമോളായിട്ടല്ല, മോളായിട്ടാ നിന്നെ ഞാൻ കാണുക. എന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ആ മക്കളൊന്നും ഒരു കര പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് അനിയത്തിയോട് സ്നേഹമുണ്ടല്ലോ, അത് മതി. കഴിയുന്നതും വേഗം അമ്മണിയെ ഞങ്ങൾക്ക് തരണം. ഉറപ്പായിട്ടും തരണം. എന്ന് വെച്ച് ഒരുമാതിരി കുറുപ്പിന്റെ ഉറപ്പോലെ ആവരുത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛനും ഒരു കുറുപ്പാ. പക്ഷെ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. എന്താ? അച്ഛൻ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തതല്ലേ ജീവിതകാലം മുഴുവൻ പൊന്നുപോലെ നോയിക്കോളാന്ന്. എന്നിട്ടെന്താ, പറഞ്ഞ വാക്ക് കാറ്റിപ്പറത്തി ഒരു ഹാർട്ട് അറ്റാക്കിന്റെ പേരും പറഞ്ഞ് നെഞ്ചത്ത് കൈയും അമർത്തി പിടിച്ച് മൂപ്പരങ്ങ് പോയി. അമ്മയും ഞാനും തനിച്ചായി. നമുക്ക് നടത്താം. അടുത്തു വരുന്ന ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഉറപ്പായിട്ട് നടത്താം. സാറിനേറെ മോഹങ്ങളുണ്ട്. ആ മോഹങ്ങളൊക്കെ സാറിന് ഭാഗ്യത്തിൽ തെളിയാൻ പോവുകയാണ്. സാറിന് ഈ അടുത്ത മാസം 25-ാം തീയതി കഴിഞ്ഞ് കിട്ടിയാൽ ചില പ്രതീക്ഷകളൊക്കെ സാധ്യമായി വരും. സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കാണുന്നുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കണ്ടുവരുന്നു. ഈ തത്ത വിചാരിച്ചാലൊന്നും തന്റെ തലയിലെഴുത്ത് മാറില്ല. തലയിലെഴുത്ത് മാറണ ഒരു ലക്ഷണം എന്റെ കയ്യിലുണ്ട്. ഇതൊന്നേ പോരാതെ. വിനയന്റെ ജോലിക്കാര്യം പറഞ്ഞ് ഞാൻ അളിയന് അയച്ച കത്തിന് അളിയന്റെ മറുപടി എനിക്ക് ഇന്നാണ് കിട്ടിയത്. മംഗലാപുരത്തിനപ്പുറത്ത് അവന്റെ സുഹൃത്തിന്റെ ഒരു തോട്ടത്തില് സൂപ്പർവൈസറുടെ ഒരു ജോലി ഒഴിവുണ്ട്.
ആ ജോലി വിനയന് ശരിയാക്കി കൊടുക്കാന്നാണ് ദേ ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ദേ ഒരു കാര്യമുള്ളൂ, വിനയനെ അവർക്കൊന്ന് കാണണം. അവൻ ഒറ്റയ്ക്ക് അയച്ചാൽ ശരിയാവില്ല. 2 ദിവസം ലീവ് എടുത്ത് താനും കൂടെ ഒന്ന് പോണം. ഇത് കിട്ടും. എന്നാലും അവിടെ ചെന്ന് ഇത്തിരി അധ്വാനിച്ച് നേടിയെടുക്കാൻ അവനോട് പറയണം. ഇതൊരു നല്ല സമയ. അമ്മണിയുടെ കല്യാണവും വിനയന്റെ ജോലിയും. ഞാൻ പറഞ്ഞില്ലേ താൻ പച്ച പിടിക്കുമെന്ന്. സ്ഥിരമായിട്ടൊരു ജോലി കിട്ടാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ സായിപ്പിന്റെ ഒരു ഗമ ഉണ്ടില്ലേ. ഇന്നേ ബേക്കറിയിൽ സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കണമെന്നാ കേട്ടത്. അമ്മണി, അച്ഛന്റെ ബാഗ് എവിടെ? ദാ എടുക്കുന്നു. നിന്റെ കല്യാണവും എന്റെ ആദ്യത്തെ ശമ്പളവും ഒന്നിച്ചാവുമെന്ന് അടിയോടി പറഞ്ഞത്. ഒരു 5-6 മാസത്തെ ശമ്പളം ഒന്ന് കിട്ടിക്കോട്ടെ, ഞാൻ നിനക്ക് 2 ഹെയർ പിൻ വാങ്ങി തരുന്നുണ്ട്. എനിക്കറിയാം അത്ര തന്നെ ഉണ്ടാവൂന്ന്. ನೋಡ್ರಿ, ಇಲ್ಲಿಂದ ಸ್ಟೇಟ್ ಹೋಗಿದ್ರೆ ಮಂಗಲಾಪುರಂ, ಅಲ್ಲಿ 55 കിലോമീറ്റർ ഹർപ്പനഹള്ളി. ഇവിടെ നിന്ന് നേരെ പോയാൽ മംഗലാപുരം. മംഗലാപുരത്ത് നിന്ന് 55 നാഴിക ഹർപ്പനഹള്ളി. ഹള്ളി എന്ന് പറഞ്ഞ ഗ്രാമം. അവിടുന്ന് ഒരു ജീപ്പ് പിടിച്ച് നേരെ കിഴക്കോട്ട് പോവാ. അതാണ് ശാവന്നൂര്. ഇതൊരുമാതിരി പിള്ളേരെ പറ്റിക്കണമല്ലോ ഉണ്ടല്ലോ. എലിയെ പിടിക്കാൻ പൂച്ചയ്ക്ക് വഴി കാണിച്ചു കൊടുക്കണമല്ലോ. ഇതും ഒരു എലിപിടുത്തം തന്നെയാ. തന്റെ അച്ഛനോട് ആരോട് ഇതിന്റെ ഉള്ളിലേക്ക് എത്തിച്ചു നോക്കാൻ പറഞ്ഞത്? ഈ ഉന്നത കലാകാരന്റെ അവശ പെൻഷൻ എന്തായി? പെൻഷൻ കിട്ടണമെങ്കിൽ ഒന്നുകിൽ കലാകാരനായിരിക്കണം, ഇല്ലെങ്കിൽ അവശനായിരിക്കണം. മുത്തച്ഛൻ ഇത് രണ്ടുമല്ല, തനി തോന്നിയവാസി. തോന്നിയവാസി നിന്റെ തന്തയാടാ. ദാ നിപ്പുണ്ട്, നേരിട്ട് അങ്ങ് പറഞ്ഞേക്ക്. ഇനി പോന്നേരം വല്ലതും പറഞ്ഞ അച്ഛനെ പിണക്കണ്ട. ആ ബാഗ് ഇറങ്ങുകയല്ലേ? 9 ആകാലുള്ളൂ. ഇനി ധൈര്യമായിട്ട് ഇറങ്ങാം. വന്ന് മലയാള അമ്മ ജ്യോതിഷത്തിലും കൈവച്ചോ? ഒന്ന് പോടാ അവിടുന്ന്. അച്ഛാ, ഇന്നലത്തെ കളക്ഷനാ. സൗകര്യം പോലെ അടച്ചാൽ മതി. ദാ ഇത് അച്ഛന്റെ കയ്യിലിരിക്കണം. വേണ്ട വേണ്ട വേണ്ട, നിനക്ക് പോസ്റ്റ് ഓഫീസ് അടയ്ക്കാനുള്ള കാശല്ലേ? എന്റെ ആവശ്യമുണ്ടാ? ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇതിരുന്നോട്ടെ. വാങ്ങു കുറുപ്പേ, അവനൊരു ഗുരുത്തം കിട്ടട്ടെ. ദേ പിന്നെ അവിടെ ചെന്ന് നിന്റെ ജാടയൊന്നും കാണിച്ചേക്കരുത്. കാലി വീണിട്ടായാലും ശരി, ജോലി നക്കിയെടുത്തോളണം. ആ തോട്ടം ഉടമസ്ഥന്റെ കാല് തന്നെ വാരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. എന്താ പോരെ? മതി, നിന്നെ എനിക്ക് അറിയില്ലടാ കുട്ടി. എന്നാ അങ്ങോട്ട് ഇറങ്ങാം. സ്റ്റേഷൻ വരെ ഞാനും വരാം. പോയിട്ടെ. പിന്നെ അച്ഛനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, വെറുതെ കറങ്ങി നടക്കരുത്.